വൻകരകൾ കടന്നും ഏഴാം കടലിനക്കരയും കേരളത്തിന്റെ മുത്തപ്പൻ വെള്ളാട്ടവും മുത്തപ്പൻ ഉത്സവവും പ്രചരിക്കുന്നു. നമ്മുടെ ഉത്തര കേരളത്തിലെ പ്രധാന വിശേഷമായ മുത്തപ്പൻ ദൈവം ഇപ്പോൾ ബ്രിട്ടനിൽ ഭക്തിയുടെ പെരുമഴ തന്നെ ചൊരിയുകയാണ് വിശ്വാസികൾക്ക്. കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും മുത്തപ്പൻ സേവാസമിതി UK-യുടെയും സഹകരണത്തോടെ നടന്ന മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവത്തിന് പരിസമാപ്തിയായി. കെന്റിലെ ജില്ലിഹമിലുള്ള സ്കൗട്ട് സമ്മേളന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 28 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയാണ് ചടങ്ങുകൾ നടത്തപ്പെട്ടത്. ബ്രിട്ടനിൽ ആദ്യമായാണ് മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം നടന്നത്. മനം നിറഞ്ഞു വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കിരാത അവതാര രൂപിയായ അഭീഷ്ടകാര്യ സാധ്യദേവനായ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പ മഹാദേവന്റെ വെള്ളാട്ടം കാണാൻ എല്ലാ ഭക്തജനങ്ങൾക്കും പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പന്റെ ഭഗവത് സാന്നിധ്യം ഹൃദയകമലത്തിൽ ജന്മപുണ്യാമൃതം നൽകുന്ന നിർമ്മല ഭക്തി അനുഭവമാകുന്ന കാഴ്ചയാണ് കെന്റിൽ കണ്ടത്. പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് UK-യിൽ ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം എത്തുന്നത്. വെള്ളാട്ടം മുത്തപ്പന്റെ എഴുന്നള്ളത്താണ്. മുത്തപ്പന് തന്റെ ഭക്തരെ കാണണം എന്ന് തോന്നിയാൽ മാത്രമേ മുത്തപ്പൻ വെള്ളാട്ടം ആറാടി ഭക്തരുടെ അടുത്തെത്തൂ എന്നാണ് ആചാര്യമൊഴി. മറ്റൊന്നിനും പരിഹാരം കാണാനാവാതെ വരുമ്പോൾ തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചെത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ശ്രീകോവിലിനകത്തേക്ക് തിക്കി തിരക്കി നോക്കി തൊഴുകയോടെ നിൽക്കുന്നത് പോലെയല്ല ഭക്തരെ കേട്ടും അറിഞ്ഞും ഇടപഴകുന്ന ദൈവസങ്കല്പത്തിന് എന്ന വ്യത്യാസമുണ്ട്. തെയ്യക്കോലം കെട്ടി നിൽക്കുന്ന മുത്തപ്പനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുത്തപ്പൻ മുതിർന്നവരുടെ വരുതിക്ക് നിൽക്കാത്തവനായിരുന്നു. ഒരു വലിയ വേട്ടക്കാരനായിരുന്ന മുത്തപ്പൻ താൻ കൊന്ന കാട്ടുമൃഗങ്ങളുടെ തോലുരിഞ്ഞ് വസ്ത്രമായി ഉടുക്കുമായിരുന്നത്രേ. ഒരു ദിവസം മുത്തപ്പൻ കള്ളുകുടം കമഴ്ത്തി വെച്ച ഒരു തെങ്ങ് കണ്ടു. മുത്തപ്പൻ തെങ്ങിൽ കയറി കള്ളെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കവേ ചെത്തുകാരൻ തിരിച്ചു വരികയും മുത്തപ്പനെ കാണുകയും ചെയ്തു. മുത്തപ്പനെ വഴക്ക് പറഞ്ഞ ചെത്തുകാരനെ മുത്തപ്പൻ ഒരു കൽപ്രതിമയാക്കി മാറ്റി. മുത്തപ്പൻ തെയ്യമാടുമ്പോൾ തെയ്യമാടുന്ന ആൾ കള്ളു കുടിക്കുകയും കാണികൾക്ക് കള്ള് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ ക്ഷേത്രവളപ്പിൽ മദ്യം കൊണ്ടുവന്ന മുത്തപ്പൻ ക്ഷേത്ര നിയമങ്ങൾ തെറ്റിക്കുന്നു. മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു. ക്ഷേത്ര പരിസരത്ത് നമുക്ക് ധാരാളം നായ്ക്കളെ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുമുണ്ട്. മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാകുമ്പോൾ എപ്പോഴും ആദ്യം നൽകുക ക്ഷേത്രത്തിനുള്ളിലുള്ള ഒരു നായ്ക്കാണ്. മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കപ്പെടുന്നത്. സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായി ആണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പനും മറ്റു മുത്തപ്പനും വേറെയാണ്. കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന പൂജിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണ്. സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വടക്കേ മലബാറിലെ വിശ്വാസികളുടെ ആത്മാവും ആശ്വാസവുമായ ശ്രീ മുത്തപ്പൻ അതിരുകൾ മായ്ച്ച് ദേശത്തിനപ്പുറത്തേക്ക് വളരുന്ന പ്രതിഭാസം കൂടിയാണ്. ജീവിതത്തിലെ തിരിച്ചടികളിലും പ്രതിസന്ധിയിലും എല്ലാവരും വിളിക്കുന്നത് എൻ്റെ മുത്തപ്പ, പൊന്നുമുത്തപ്പ, രക്ഷിക്കണേ എന്നാണ്. പ്രായമായവർ
മാത്രമല്ല കുട്ടികളും വിളിച്ചു പോവാറുണ്ട്. കരുണ തേടുന്നവരെ മുത്തപ്പൻ കൈവെടിയില്ല എന്ന വിശ്വാസമാണ് അതിന് കാരണം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വെളിപ്പുറത്തുള്ള മുത്തപ്പൻ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ കെട്ടിയാടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ കടൽ കടന്ന് ഇംഗ്ലണ്ടിലും മുത്തപ്പൻ കെട്ടിയാടുകയാണ്. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ പരമാത്മാവിന്റെ 2 പ്രധാന ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ ദിവസവും കെട്ടിയാടുന്ന മുത്തപ്പന്റെ തെയ്യക്കോലങ്ങൾ. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് പറശ്ശിനിക്കടവിൽ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത്. പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പന, വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കാൻ വൃശ്ചികം 16 നടക്കുന്നു. അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി 30-നാണ്. ചില പ്രത്യേക ദിവസങ്ങളിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ തിരുവപ്പന നടക്കാറില്ല. എല്ലാ വർഷവും തുലാം 1 മുതൽ വൃശ്ചികം 15 വരെ ക്ഷേത്രത്തിലെ നിറദിവസം, മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസം, കാർത്തിക മാസത്തിലെയും തുലാം മാസത്തിലെയും അമാവാസി ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഇവിടെ തിരുവപ്പന നടക്കാറില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.